الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കുവാനും ആ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഭാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് സംഗതികൾ നമ്മൾ പലതും വേണ്ടി പറയാറുണ്ട്. രാവും പകലും ഇരുട്ടും വെളിച്ചവും അങ്ങനെ പലതും. അള്ളാഹു സൃഷ്ടിച്ച അത്ഭുതകരമായ രണ്ട് പ്രതിഭാസങ്ങളാണ് ആശയും നിരാശയും. അള്ളാഹുവിനെ നാം കണ്ടെത്തുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ആശ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാകും. എന്താണ് ആശ എന്ന് പറയുന്നത്? അതിന് നേരെ വിപരീത പദമാണ് നിരാശ എന്ന് പറയുന്നത്. രണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്തിനാണ് സത്യത്തിൽ ഇത്? ഇന്ന് നമ്മിൽ മഹാഭൂരിപക്ഷവും പലതരത്തിലുള്ള നിരാശക്കും അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പല കാര്യങ്ങളുമാണ്. ചിലർ രോഗം കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നു, ചിലർ സാമ്പത്തികമായ പ്രയാസങ്ങളെ കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നു, ചിലർ വിദ്യാഭ്യാസപരമായ പരാജയം കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നു, ചിലർ ബിസിനസ് തുടങ്ങി വലിയ പ്രത്യാഘാതം അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നു. ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന വലിയ ഒരു പരീക്ഷണമാണ് ഈ നിരാശ എന്ന് പറയുന്നത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം ഈ പ്രതിഭാസങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് വളരെ കൃത്യമായി പ്രവാചകന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ചു നമ്മളെങ്ങനെയായിരിക്കണം ഈ പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ എന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഒരിക്കലും നിരാശ വരാൻ പാടില്ല. ഇതൊരു പ്രസ്താവനയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ പറ്റുമോ? ഒരു നിരാശയില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമയാകാൻ പറ്റുമോ? എന്ന് പറ്റണം. അവനാണ് വിശ്വാസി. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് നിരാശ വരാതിരിക്കാൻ ആരാണ് അള്ളാഹു എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പിന്നീട് നമുക്ക് നിരാശ വരില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അതിമനോഹരമായ ഒരു നാമമുണ്ട്. ഒരുപാട് നാമങ്ങളുണ്ടല്ലോ അള്ളാഹുവിന്, ഒരുപാട് അസ്മാകളും സിഫാത്തുകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്
അൽ വഹാബ് എന്നത്. അൽ വഹാബ്, ഈ അൽ വഹാബ് എന്നത് എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു വിശ്വാസിക്ക് ഒരിക്കലും നിരാശ വരാതിരിക്കാൻ എന്നതാണ്. വഹബ എന്ന ധാതുവിൽ നിന്നാണ് വഹാബ് വന്നിട്ടുള്ളത്. വഹബ, യഹിബു എന്നൊക്കെ പറയും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ 2 പദങ്ങൾ ഉപയോഗിച്ചത് കാണാം. ഒന്ന് ഹബ് എന്ന പദമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ധാരാളം ഹബ് ഉപയോഗിക്കാറുണ്ട്. റബ്ബന ഹബ് ലന, ബാക്കി നിങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. മറ്റൊന്ന് വർസുഖ് എന്നാണ്. വർസുഖ് നമ്മൾ പറയാറുണ്ട്, പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിലുണ്ട് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരു കാര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് ചോദിക്കും വർസുഖ്, അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹുമ്മ അർസുഖ്നി ശിഫാഅൻ, അല്ലാഹുമ്മ അർസുഖ്നി വലദൻ സാലിഹൻ, അല്ലാഹുമ്മ അർസുഖ്നി സൗജൻ സാലിഹൻ, അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ 2 പദങ്ങളാണ്. ഒന്ന് ഹബ് എന്ന പദമാണ്, രണ്ടാമത് ഉർസുഖ് എന്ന പദമാണ്. രണ്ടും അള്ളാഹുവിൻ്റെ മഹത്തായ 2 ഇസ്മുകളിൽ നിന്ന് വന്നതാണ്. വഹാബ് എന്ന ഇസ്മിൽ നിന്നാണ് ഹബ് വന്നത്. അർ റസാഖ് എന്ന ഇസ്മിൽ നിന്നാണ് ഉർസുഖ് എന്ന് വന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ നിരാശകളെ കളയാനുള്ളതാണ് വഹാബ്. വഹാബ് എന്ന് പറഞ്ഞാൽ, വഹബ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വാരിക്കോരി നൽകുന്നവൻ. നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നൽകുന്നവൻ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അർഹത പോലും നോക്കാതെ, ചോദിക്കുക പോലും ചെയ്യാതെ നൽകുന്നവൻ, അവനാണ് വഹാബ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വികാരം തോന്നുന്നില്ല? ആ പേര് കേൾക്കുമ്പോൾ ഇതാണ് വഹാബെങ്കിൽ. നമ്മൾ ചോദിക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മളെ അറിഞ്ഞ് നമുക്ക് വാരിക്കോരി തരുന്നവൻ. നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല തരിക, അതിലപ്പുറം തരും. ആലോചിച്ച് നോക്കൂ, ഇനി നമ്മൾ നിരാശരാകാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഈ പദം പ്രയോഗിച്ച ഒരുപാട് ദുആകൾ നമുക്കറിയാം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അർത്ഥമൊന്നും ഞാൻ പറയേണ്ടല്ലോ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയ ശേഷം ഞങ്ങളെ നീ മാറ്റിക്കളയരുത്. എന്നിട്ട് ചോദിക്കുന്നത് ആ ഹിദായത്തിനെ നിലനിർത്താൻ ഉള്ള ഒരു വഴിയാണ് വഹബ് ലനാ മിൻ ലദുൻക. അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ നീ ഹബ് ലനാ. മലയാള ഭാഷയുടെ പരിമിതി കാരണം നൽകണേ എന്ന് പറയാനേ നിർവാഹമുള്ളൂ. പക്ഷെ നൽകലല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനിയും മനസ്സിലാകാനുണ്ട് ഒരുപാട്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് എനിക്ക് നീ റഹ്മത്തിനെ ഹബ് വാരിക്കോരി, ഞാൻ ചോദിക്കാതെ ആവശ്യപ്പെടാതെ എൻ്റെ ആവശ്യത്തിലധികം എനിക്ക് റഹ്മത്ത് നൽകണേ. ആ റഹ്മത്ത് കിട്ടിയെങ്കിലേ എന്ത് നിലനിൽക്കൂ? ഹിദായത്ത് നിലനിൽക്കും. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു സംഗതിയാണ്. ഒരു വലിയ സന്ദേശം കൂടി അള്ളാഹു ഇതിൽ നൽകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വഹാബ് നൽകുന്നത് ഹിബത്തുകളാണ്. ഹിബ, വഹാബിൽ നിന്ന് ഹിബ കിട്ടും. ഹിബ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ, ഇഷ്ടപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ നൽകുന്നതാണ് ഗിഫ്റ്റ്. അതാണ് ഹിബ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു സംഗതിയാണ്. ശരി, എന്താണ് അള്ളാഹു നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ്?
അത് നമുക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലായി. നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടിയ ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരിക എന്നതാണ്. ഹിദായത്ത് കിട്ടലല്ല, ഹിദായത്ത് കിട്ടൽ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. പക്ഷെ നിലനിർത്തുക എന്നത് അള്ളാഹു നൽകുന്ന ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് റബ്ബനാ ഹബ് ലനാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന് പ്രാർത്ഥിച്ചത് വല്ലാത്തൊരു സംഗതിയാണ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്നൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ചോദിക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നക അൻതൽ വഹാബ്. ചോദിക്കാൻ എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് ചോദിക്കും. കാരണം നീ മാത്രമാണ് അൽ വഹാബ്. അൽ വഹാബ്, വേറൊരാളുമില്ല. വഹാബായി ആരുമില്ല. എല്ലാവരും എന്തെങ്കിലും ഒരു പകരം പ്രതീക്ഷിച്ചേ ചെയ്യൂ, നൽകൂ, കൊടുക്കൂ. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ ധാരാളം നൽകുന്നവൻ. അതാണ് അൽ വഹാബ്. ഇതൊക്കെ പ്രവാചകന്മാർ ഈ വാക്ക് ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച രംഗങ്ങളൊക്കെ വളരെ മനോഹരമാണ്. രംഗങ്ങൾ മാത്രമല്ല, അതിൽ പറഞ്ഞ കാര്യങ്ങളും ഭയങ്കര അത്ഭുതകരമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നില്ലേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ, അല്ലേ? എനിക്കതിന് അധികാരമുണ്ടോ, അവകാശമുണ്ടോ, ഞാൻ അതിന് ക്വാളിഫൈഡ് ആണോ? നിങ്ങൾ അത്ഭുതപ്പെടും. ഞാൻ ഓതി വെച്ച വചനത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, ഇത് നമ്മളെ നിരാശയെ നശിപ്പിക്കാനുള്ളതാണ്. സുലൈമാൻ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബിഗ്ഫിർലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. റബ്ബിഗ്ഫിർലി, റബ്ബേ എനിക്ക് പുറത്തു തരണം. എനിക്ക് തോന്നുന്നല്ലോ ഒരു മനുഷ്യന് ധൈര്യം വരും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ചോദിക്കണം എന്താ? വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. എനിക്ക് ശേഷം ഒരാൾക്കും കൊടുക്കാത്ത, ഒരാൾക്കും തരപ്പെടാത്ത ഒരധികാരം എനിക്ക് നീ. എങ്ങനെയുണ്ട് ചോദ്യം? പാടുണ്ടോ അങ്ങനെ ചോദിക്കാം? നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കണേ? ചോദിക്കണം, ഒരു പ്രവാചകൻ ചോദിക്കണം, എനിക്ക് ശേഷം ആർക്കും നൽകരുത്, എനിക്ക് മാത്രം മതി ഇത്, അങ്ങനെയുള്ള ഒരു അധികാരം എനിക്ക് നൽകണേ. സുബ്ഹാനല്ലാഹ്. റബ്ബിഗ്ഫിർലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? ഇന്നക അൻതൽ വഹാബ്. അതാണ് വിഷയം. ഇന്നക അൻതൽ വഹാബ്. നമ്മൾ ആലോചിച്ചു സഹോദരൻ, എന്തിനാ നമ്മൾ നിരാശരാകണം? എന്തിന് നിരാശരാകണം? അതാണ് സുലൈമാൻ അലൈഹിസ്സലാം ഈ ചോദ്യമാണ് ചോദിച്ചത്. ഈ ചോദ്യം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ നിരാശരാകും? ചോദിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. എനിക്ക് അവകാശപ്പെടുത്തണം, എനിക്ക് അധികാരപ്പെടുത്തണം എന്ന് ചോദിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. കാരണം അള്ളാഹു ആരാ? ഇന്നക അൻതൽ വഹാബ്. പക്ഷെ ക്വാളിറ്റി വേണം. അതാണ് സുലൈമാൻ നബിയുടെ ചോദ്യത്തിലെ ആദ്യത്തെ അംശം. അത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ അംശം എന്താ? റബ്ബിഗ്ഫിർലി. റബ്ബിഗ്ഫിർലി, എനിക്ക് ചോദിക്കാനും അള്ളാഹു എനിക്ക് നൽകാനും ഒക്കെയുള്ള ക്വാളിറ്റി അതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ മഗ്ഫിറത്ത് കിട്ടിയവരിൽ ഉൾപ്പെടും. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം റബ്ബിഗ്ഫിർലി. എന്നിട്ട് തുടർന്ന് ചോദിക്കണം. ചോദിക്കുന്ന ശൈലിയൊക്കെ മാറ്റണം. ചോദിക്കുന്ന പദം ഹബ് എന്നാകണം. ഉർസുഖ് എന്ന് പോരാ, അഅ്തി എന്ന് പോരാ, തരണേ എന്ന് പോരാ. ഹബ് തന്നെ പഠിച്ചു വെക്കുന്നേ. റബ്ബിഗ്ഫിർലി വഹബ് ലി. എന്ന് ചോദിച്ചോ, എന്തും ചോദിച്ചോ. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. കാരണം സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചത് ലോകത്തൊരു മനുഷ്യനും ചോദിക്കാൻ സാധ്യതയില്ലാത്ത ചോദ്യമാണ്. അതുകൊണ്ട് നമുക്കും ചോദിക്കാം. അള്ളാഹു അല്ലേ ഖുർആനിൽ പറഞ്ഞത്? ഖുർആനിൽ ഈ പ്രാർത്ഥന ആരാ പഠിപ്പിച്ചത്? അള്ളാഹു തആലയാണ്. നമ്മളും ചോദിക്കണം. നമ്മൾ നിരാശപ്പെട്ടിരിക്കരുത്. നമ്മളത് നടക്കുമെന്ന് വിചാരിക്കരുത്. എനിക്കത് സാധ്യമാകുമോ എന്ന് വിചാരിക്കരുത്. ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ അസാധ്യമായ ഒന്നുമില്ല. അവിടെ നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട.
എന്നിട്ട് അള്ളാഹു തുടർന്ന് എന്താ പറഞ്ഞത്? ആ കഥ പറഞ്ഞില്ലേ, فسخرنا له الريح تجري بأمره رخاء حيث أصاب. നോക്കൂ, സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് ആദ്യം നൽകിയ അധികാരം ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ലാത്തതാണ്. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വാഹനം. ഇഷ്ടമുള്ളയിടത്തേക്ക് ആ കാറ്റിൽ അദ്ദേഹം സഞ്ചരിച്ചു. പറയാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഒരു ഫ്യൂലുമില്ലാതെ, ഫ്യൂലിൻ്റെ സർചാർജ് കൂട്ടിയിട്ട് ടിക്കറ്റ് ചാർജൊക്കെ വർദ്ധിപ്പിച്ച ഒരു കാലം, ഒരു ചാർജും എവിടെയും കൊടുക്കാതെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു. തീർന്നില്ല. വലിയ നിർമ്മാണ കലയിൽ വൈദഗ്ധ്യമുള്ള, മുങ്ങിത്തപ്പി പവിഴവും മുത്തും കടലുകളുടെ ആഴിയിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവരുന്ന ശയാത്തീനുകൾ, പിശാചുക്കളെ സുലൈമാൻ നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ലോകത്ത് ഒരു മനുഷ്യനും ഇപ്പോഴും ഇതുവരെയും കിട്ടിയിട്ടില്ല. വേറെ കുറെ ആളുകൾ, കുറെ ശയാത്തീനുകൾ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് വിനിയോഗിക്കാൻ പറ്റിയ രീതിയിൽ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒന്നേ കരുതേണ്ടതുള്ളൂ. എന്താ? അള്ളാഹുവിന് അസാധ്യമായ ഒന്നുമില്ല. കാരണം അള്ളാഹു വഹാബാണ്. ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റബ്ബി ഗഫിർലീ എന്ന് ചോദിച്ചിട്ട് വഹാബ് എന്ത് ചോദിച്ചോളൂ, എന്തും അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഒരു കഥയല്ല. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ മനോഹരമായ ഒരു കഥ നമുക്ക് കാണാം. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ സൂറത്ത് മറിയമിൽ ആ കഥ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുകയാണ്, വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. വല്ലാത്തൊരു ചോദ്യമാണ്. എന്താ വെച്ചാൽ മുഴുവൻ വീക്ക്നെസ്സും എടുത്ത് പറയാം. മുഴുവൻ വീക്ക്നെസ്സും എന്താ പറഞ്ഞത്? വഇന്നി ഖിഫ്തുൽ മവാലിയ, എനിക്ക് ശേഷം വരാനുള്ള അനന്തരാവകാശികളെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കുറിച്ച് എനിക്കൊരു ചെറിയ ഭയമുണ്ട്. അവരെന്നെയും ഞാൻ കൊണ്ടുവന്ന ആദർശത്തെയും ഒക്കെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരു ഭയം എനിക്കുള്ളത്, വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യ പ്രസവിക്കൂല. ഇതുവരെ പ്രസവിച്ചിട്ടില്ല, ഇനി പ്രസവിക്കൂല. എന്നാലോ കിട്ടുമോ? അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഇവിടെയുള്ള എല്ലാ ദുനിയാവിലുള്ള എല്ലാ അസ്ബാബുകളും കാരണങ്ങളും നാം തേടും. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച വലിയ ഒരു കാരണമുണ്ട്, അത് ദുആ. നോക്കൂ, ഇവിടെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യ പ്രസവിക്കൂല, എന്നാലും ഫഹബ്ലി മിൻ ലദുൻക വലിയ, എനിക്ക് റബ്ബേ നിന്റെ അടുത്ത് നിന്ന് ഒരു അവകാശിയെ തരണം. നിങ്ങൾ ആലോചിച്ചു, സക്കരിയ അലൈഹിസ്സലാമിന് അള്ളാഹു അവകാശിയെ കൊടുത്തില്ലേ? അത് കൊടുത്ത രീതി എത്ര മനോഹരമാണ്. ഒരു കേവലം അവകാശിയല്ല, അള്ളാഹു പേരിട്ട വേറൊരു മനുഷ്യൻ ലോകത്തുണ്ടോ യഹ്യ അല്ലാതെ? സുബ്ഹാനല്ലാഹ്, അവകാശിയെ കൊടുത്തു. അത് കൊടുത്തത് അതിമനോഹരമാണ്. കാരണം ചോദ്യം അതിമനോഹരമാണ്. അതാണ് പ്രശ്നം, അതാണ് വിഷയം. നമുക്കെന്താ വെച്ചാൽ നമ്മളിങ്ങനെ സംശയിച്ച് നിൽക്കും, കിട്ടുമല്ലേ കിട്ടുമല്ലേ, ഞാൻ ചോദിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല. ആരൊക്കെയോ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നോക്കൂ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് വരൂ. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചത് അതേ ചോദ്യമാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അതുവരെ മക്കളില്ല. ചോദിച്ചു ഹബ്ലി മിനസ് സാലിഹീൻ, നല്ല മക്കളെ തരണം, സാലിഹായ മക്കളെ തരണം. ഹബ് എന്നാ പറഞ്ഞേ, തരണം എന്നല്ല. ഞാൻ പറഞ്ഞു മലയാള ഭാഷയുടെ ഒരു പ്രയാസം കൊണ്ട് അങ്ങനെ പറയണം. ഹബ് നിങ്ങൾ വേറെ മനസ്സിലാക്കി, വഹാബാണ് ഹബ്. അള്ളാഹു കൊടുത്തില്ലേ? ഒന്നല്ല കൊടുത്ത്, ഒന്നിന് പറയാൻ പറ്റും. ഇസ്മായിലിന് കൊടുത്തു, വമിൻ വറാഹി ഇസ്ഹാഖ, അതിൻ്റെയും പിന്നെയും കൊടുത്തു. യാക്കോബിനെ കൊടുത്തു, കൊടുതിയോട് കൊടുതി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു,
ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ച ഒരു പ്രവാചകൻ. വീണ്ടും ചോദിച്ചു, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽ ലി മിൻ വറസതി ജന്നത്തിൻ നഈം. ഭയങ്കര ചോദ്യം. റബ്ബി ഹബ്ലി ഹുക്മൻ, ഹുക്മ തരണം എന്നല്ല, ഹബ്ലി ഹുക്മൻ, ഹബ്ലി എനിക്ക് തത്വജ്ഞാനം. വഹാബിൽ നിന്ന് വന്നതാണ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നിങ്ങൾ ആലോചിച്ചു, എന്നെ സാലിഹീങ്ങളിൽ ചേർക്കണം. ഭയങ്കര ചോദ്യമാണ്. വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണം. ഇബ്രാഹിം പ്രവാചകനെ പരാമർശിക്കാത്ത ഏതെങ്കിലും ആകാശ മതങ്ങളുണ്ടോ, സെമിറ്റിക് മതങ്ങളുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും വല്ലാത്ത സൽകീർത്തി ഇബ്രാഹിം അലൈഹിസ്സലാമിന് കിട്ടി. എന്തായിരുന്നു കാരണം? അദ്ദേഹം ഉപയോഗിച്ച ഈ പദമാണ്, ഈ പ്രയോഗമാണ്. ഖുർആനിൽ ആവോളം ഇത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണും. ഏറ്റവും അവസാനം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത് പ്രാർത്ഥനയില്ലേ? നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി. അതിലുള്ള ചോദ്യം എന്താ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. മനസ്സിലായി? ഹബ് എന്താ? എൻ്റെ സാമർഥ്യം കൊണ്ടോ, എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ ശക്തി കൊണ്ടോ എനിക്ക് കുടുംബജീവിതത്തിൽ സംതൃപ്തിയോ സമാധാനമോ സന്തോഷമോ കിട്ടൂല. അതുകൊണ്ടാണ് ഹബ് എന്ന് ചോദിച്ചത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഹബ് ലനാ മിൻ അസ്വാജിനാ. എൻ്റെ ഇണകളിൽ നിന്ന് എനിക്ക് നീ ഹബ് എനിക്ക് ഉറപ്പാ തരും. അതുകൊണ്ടാണ് ചോദിച്ചത്. വേറെ എന്തുകൊണ്ടും കഴിയില്ല, ആർക്കും സാധ്യമല്ല. ഒരു മനുഷ്യനും എൻ്റെയും എൻ്റെ ഇണയുടെയും ഇടയിൽ, എൻ്റെയും എൻ്റെ മക്കളുടെയും ഇടയിൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രത്യേകമായി അത് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആ പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുകയാണ്. നമ്മൾ അറിയുന്നില്ല ഇതൊക്കെയാണ് ജീവിതം എന്ന്. നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയാകണം എന്ന്. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കേണ്ടത് അതാണ്. വാർദ്ധക്യത്തിലും വന്ധ്യതയിലും, വാർദ്ധക്യം അങ്ങേയറ്റം എത്തിയത് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബാ. നരച്ചു പോയിട്ടുണ്ട്, ഒക്കെ ദുർബലമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യബുദ്ധിക്ക് അസാധ്യം എന്ന് തോന്നുന്നതല്ലേ വിഷയം, അത് നൽകുന്നവരാണ് അൽ വഹാബ്. സുലൈമാൻ നബിയുടെ ചോദ്യം നമ്മൾ കണ്ടു. അവിടെ നിങ്ങൾ ആലോചിച്ചു, അവിടെ വഹാബിനോട് ചോദിച്ചത് ഒരിക്കലും ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്തതാണ്. മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നിരാശരാകരുത്. നിരാശയ്ക്ക് പകരം നമ്മുടെ ഉള്ളിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ കടന്നു വരേണ്ടത് അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമമാകണം. എന്നിട്ട് നമ്മൾ ചോദിക്കണം, സുലൈമാൻ നബി ചോദിച്ചതുപോലെ ഏത് പ്രശ്നവും നിങ്ങൾ ചോദിച്ചോ, റബ്ബി ഗ്ഫിർലി വഹബ് ലി സൗജൻ സാലിഹൻ, റബ്ബി ഗ്ഫിർലി വഹബ് ലി ശിഫാഅൻ ആജിലൻ. ചോദിക്ക്, വേഗം എനിക്ക് ശിഫ തരണേ, എനിക്ക് നല്ല ഇണയെ തരണേ. റബ്ബി ഗ്ഫിർലി വഹബ് ലി മുൽക്കൻ, എനിക്ക് അധികാരം തരണേ. ഇതൊക്കെ ചോദിക്കേണ്ടത് ഈ പ്രകാരമായിരിക്കണം. ഈ വഹാബ് എന്ന നാമം നമ്മുടെ ഉള്ളിൽ കണ്ട് അതുകൊണ്ട് അമൽ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ
വസിയ്യത്ത് ചെയ്യുക. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, അല്ലാഹു തആല നമുക്ക് നൽകുന്ന നിഅമത്തുകൾ വല്ലാതെ, കാരണം അത് വഹാബാണ് അല്ലാഹു എന്നതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ, പറഞ്ഞാൽ തീരാത്ത, പറഞ്ഞാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കൂ. നമ്മളൊക്കെ സാധാരണ വണ്ടി വാങ്ങുന്നവരൊക്കെ 2 കൊല്ലം കഴിയുമ്പോഴെങ്കിലും വണ്ടിൻ്റെ ടയറൊന്നും മാറ്റും. കാരണം അത് തേഞ്ഞു പോകും, അല്ലെങ്കിൽ അത് ദുർബലമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ കാലുകൊണ്ട് നമ്മൾ നടക്കുന്നില്ലേ? ആരുടെയെങ്കിലും കാല് തേഞ്ഞു പോയിട്ടുണ്ട്? സുബ്ഹാനല്ലാഹ്, അതേപടിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പാദരക്ഷയും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ പാദത്തിന് അല്ലാഹു രക്ഷ നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ കാലിൻ്റെ താഴെയുള്ള ഒരുപാട് നരമ്പുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ, ശരീരത്തെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ അല്ലാഹു സംവിധാനിച്ചു. സുബ്ഹാനല്ലാഹ്, വഹാബാണ് അല്ലാഹു. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചവർ പറയുന്നത്, മനുഷ്യ ശരീരത്തിൻ്റെ 75% വെള്ളമാണ്, അല്ലേ? ദശലക്ഷക്കണക്കിന് സുഷിരങ്ങൾ, ഓട്ടകൾ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. എന്നിട്ടും ഒരു തുള്ളി പോലും നമ്മളറിയാതെ പുറത്തേക്ക് പോകുന്നില്ല. പോകാൻ സംവിധാനം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേ പോകും. ഒരുപാട് ഓട്ടല്ലേ ശരീരത്തിൽ. സുബ്ഹാനല്ലാഹ്, വഹാബാണ് അല്ലാഹു. അല്ലാഹു നൽകുന്ന വലിയ സമ്മാനമാണ് സഹോദരങ്ങൾ. നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഒരു വസ്തുവിനും നമുക്കറിയാം ഒരു താങ്ങില്ലാതെ, സ്റ്റേ ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. നമ്മളെ കാലൊക്കെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കാലൊക്കെ കുഴിച്ചിട്ടിട്ട് കണ്ടില്ലേ? സ്റ്റേ, താങ്ങി നിൽക്കാൻ കഴിയില്ല. പക്ഷേ മനുഷ്യൻ്റെ ശരീരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിനൊരു സ്വാഭാവികമായ സന്തുലിതാവസ്ഥയുണ്ട്, അല്ലേ? വളരെ കുറച്ചേ നമ്മൾ തലമിന്നി വീഴുന്നുള്ളൂ. ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്ത എന്തോ ഒരു അബദ്ധം കൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ആലോചിച്ചു. ഒരു ബാറ്ററിയും നമ്മുടെ ഫോണുകളിലോ സിസ്റ്റത്തിലോ ഒക്കെ ഉള്ള ഒരു ബാറ്ററിയും റീചാർജ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലേ? പ്രവർത്തിക്കൂല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനനം മുതൽ മരണം വരെ നമ്മുടെ ഹൃദയമാകുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ബാറ്ററി ആരും റീചാർജ് ചെയ്യുന്നില്ലല്ലോ. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വഹാബാണ് സഹോദരന്മാരെ അല്ലാഹു. നമ്മളെന്നും ആലോചിക്കണം. നോക്കൂ, ഒരു പമ്പിനും എന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ അതിന് കേടുവരും, മാറ്റേണ്ടി വരും, പ്രശ്നമുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യ ശരീരത്തിൽ രക്തം ജീവിതകാലം മുഴുവൻ ശരീരത്തിലൂടെ തുടർച്ചയായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച്. സുബ്ഹാനല്ലാഹ്, അൽ വഹാബ്. ഓർത്താൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരുപാട് സംഗതി. നോക്കൂ, ലോകത്ത് ഏറ്റവും വിലയേറിയ ക്യാമറകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ക്യാമറകൾക്ക് പോലും പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണുകൾ ഓരോ ദൃശ്യവും ആയിരക്കണക്കിന് മെഗാ പിക്ചറുകൾക്ക് തുല്യമായ ഗുണനിലവാരത്തോടു കൂടി ഒപ്പിയെടുക്കുന്നു. എത്ര മനോഹരമാണ് ആ കണ്ണ് അല്ലാഹു സംവിധാനിപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ രൂപമെന്നാലോചിച്ചു, അല്ലേ? ഒരു ലാബിലും ഒരു ലബോറട്ടറിയിലും എല്ലാ രുചികളും പരീക്ഷിക്കാൻ കഴിയോ? ഇല്ല. പക്ഷേ നാവ് എന്ന ലാബ് അത്ഭുതകരമല്ലേ? നാവ് ഒരു ഉപകരണവുമില്ലാതെ, ഒരു പൈസയും കൊടുക്കാതെ ആയിരക്കണക്കിന് രുചികൾ തിരിച്ചറിയുന്ന നാവ് എന്ന സംവിധാനം. ഞാൻ ചിലതൊക്കെ പറഞ്ഞതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഓർക്കാൻ, നമ്മൾ ചോദിച്ചിട്ടല്ല ഇതൊന്നും അല്ലാഹു തന്നത്. കാരണം അല്ലാഹു വഹാബ്, ചോദിച്ചിട്ട് തന്നതല്ല. ആണോ? എൻ്റെ കണ്ണോ, എൻ്റെ മൂക്കോ, എൻ്റെ നാവോ, എൻ്റെ കാലോ, എൻ്റെ ബ്രീത്തിങ് സിസ്റ്റമോ, എൻ്റെ ഹാർട്ടോ, അതിലുള്ള പമ്പിങ് സിസ്റ്റമോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ അല്ലാഹു തന്നു. കാരണം അല്ലാഹു വഹാബാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വഹാബിലേക്ക് മടങ്ങാൻ സാധിക്കണം. ആ വഹാബിലേക്ക് മടങ്ങാൻ സാധിക്കണം. അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ പൂർണ്ണമായ ഹിദായത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വഹാബായ അള്ളാഹു നമുക്കൊക്കെ പോംവഴി കാട്ടിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കൂടുതൽ നന്മ ചെയ്യാനുള്ള കരുത്തും ആരോഗ്യവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المؤمنين في كل مكان. اللهم عليك بأعدائك أعداء الدين. اللهم عليك بأعدائك أعداء الدين. اللهم عليك بأعدائك أعداء الدين فإنهم لا يعجزونك يا الله. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.